18 തികഞ്ഞതേയുള്ളൂ രമ്യയ്ക്ക്. പഠനത്തിൽ പിന്നിലായിരുന്നു. വീടിൻ്റെ ഉമ്മറത്തെ ഇരുട്ടിൽ ഒതുങ്ങിക്കൂടാനായിരുന്നു അവൾക്കിഷ്ടം. 3 ചേച്ചിമാർക്ക് ശേഷം ഉണ്ടായ അരുമ എന്നതിലുപരി അമ്മയുടെ വലിയൊരു ആകുലതയായിരുന്നു അവൾ. കൂർഗിൽ നിന്നും മണിയുടെ ആലോചന വന്നു. പെണ്ണു കാണാൻ അവർ വീട്ടിലെത്തി. അപ്പോൾ രമ്യയുടെ അമ്മ പറഞ്ഞു, ഇവൾക്ക് കുറച്ച് വാശിയൊക്കെയുണ്ട്. കൂട്ടുകൂടാനൊന്നും വലിയ താല്പര്യമില്ല. പഠനത്തിൻ്റെ കാര്യത്തിലും പഴയതുപോലെ തന്നെ. അപ്പോൾ മണിയുടെ അമ്മ പറഞ്ഞു, അതൊന്നും നിങ്ങൾ പേടിക്കേണ്ട. കൂർഗിലെ ആ തണുപ്പിലേക്ക് ഇവളങ്ങ് വന്നോട്ടെ. എൻ്റെ മകളായിട്ട് ഞാൻ നോക്കിക്കോളാം. മണിക്ക് ഇവളെ ഇഷ്ടപ്പെട്ടു, അതുപോരെ. വയനാടൻ ചുരങ്ങൾ കടന്ന് വണ്ടി കൂർഗിലേക്ക് കയറുമ്പോൾ രമ്യ വല്ലാതെ തണുക്കുന്നുണ്ടായിരുന്നു. കൂടെയുള്ളത് അപരിചിതനായ ഒരാളെന്ന ബോധം അവളെ കൂടുതൽ നിശബ്ദയാക്കി. രമ്യേ, അവിടെ എത്തുമ്പോൾ പേടിക്കണ്ട. അമ്മ പറഞ്ഞതൊക്കെ സത്യമാ. നിനക്ക് അവിടെ ഇഷ്ടപ്പെടും. എനിക്ക് തിരിച്ചു പോകണോ എന്ന് തോന്നുന്നു. മണി ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു. ആ ചിരിയിൽ സ്നേഹമുണ്ടായിരുന്നു. പക്ഷേ രമ്യയുടെ ഉള്ളിലെ പേഴ്സണാലിറ്റി പ്രോബ്ലംസ് എന്ന് ലോകം വിളിക്കുന്ന ആ സങ്കീർണതകളെ അളക്കാൻ അയാൾക്ക് കഴിഞ്ഞിരുന്നില്ല.